ഈ ഉണക്കമീൻ ചുട്ടൊന്നേ ഇപ്പൊ ആരും ഉണക്കമീൻ ചുട്ടും കഞ്ഞിയൊന്നും കഴിക്കൂല അല്ലെ. എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. നാളെ പിന്നെ മീൻ പിടിക്കണം, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് എന്തായാലും 2 ദിവസം ഇവിടെ തന്നെ കൂടാം. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. ഓ ഇതിനകത്തൊക്കെ വെള്ളമാണ്, കുഴപ്പമില്ല, ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഒന്നുകൂടി ഗുഡ് നൈറ്റ് ഇട്ടാ. ഓക്കെ, രാവിലെ കാണാം.
ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത്രയും നേരം വർത്താനം പറയാതെ സംസാരിക്കാതെ പണി മാത്രം ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. നമ്മൾ എന്നോട് വേറൊരാൾ ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു, നമ്മൾക്ക് സംസാരം ഒഴിവാക്കിയിട്ട്
ഇതുപോലൊരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെറുതെ ചെയ്തു നോക്കിയതാണ്. പക്ഷെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ അതായത് ചോറ് വെക്കുമ്പോഴും മീൻ ചുടുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് ആകെ ഇടങ്ങാറായിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ നല്ല അടിപൊളി കഞ്ഞി, നല്ല കഞ്ഞിയുണ്ട്, പിന്നെ നല്ല ഉണക്കമീൻ ചുട്ടതുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ക്യാമ്പിങ്ങിന് ആരും ഉണക്കമീൻ ചുട്ടതും കഞ്ഞിയും ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഉണക്കമീൻ ചുട്ടതും കഞ്ഞിയും ക്യാമ്പിങ്ങിന് മാത്രമല്ല അല്ലാണ്ട് തന്നെ കഴിക്കുന്ന ആൾക്കാർ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പം എന്തായാലും ഞാൻ ആ പഴയ ഓർമ്മകൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണക്കമീൻ ചുട്ടതും കഞ്ഞിയൊക്കെ. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ച് ഇപ്പോൾ ഇന്നത്തെ എന്തായാലും, പിന്നെ അത് മാത്രമല്ല സമയവും ഇല്ല, ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഓരോ ഈ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കെട്ടി ഉണ്ടാക്കി 2-3 വട്ടം പൊളിഞ്ഞു, പിന്നെയും ഉണ്ടാക്കി, അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യല് ഉണക്കമീൻ ചുട്ടതും കഞ്ഞി. നല്ല സെറ്റാ. വേണ്ട സെറ്റാട്ടോ. ഈ ഉണക്കമീൻ ചുട്ടൊന്നേ ഇപ്പം ആരും ഉണക്കമീൻ ചുട്ടും കഞ്ഞിയൊന്നും കഴിക്കൂല അല്ലേ. ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പണ്ടിൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പപ്പടം ചുട്ടത്, ഉണക്കമീൻ ചുട്ടത്, അതൊക്കെയായിരുന്നു പണ്ടത്തെ വീട്ടിലെ ആഹാരം. ക്യാമ്പിങ്ങിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കഞ്ഞിയും ഉണക്കമീൻ ചുട്ടതും അല്ലേ. ഇങ്ങനെ ആരെങ്കിലും ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്യണം കേട്ടോ. കഞ്ഞി കുറച്ചുകൂടി ഉണ്ട്, കളയാനും പറ്റൂല. നല്ല വിശപ്പുണ്ട്, കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. നാളെ നമുക്ക് ഇവിടുന്ന് ചൂണ്ടിട്ട് മീനൊക്കെ പിടിച്ചിട്ട് ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെ. ഒരു ചെറിയ വലയുണ്ട്, ചിലപ്പോൾ നമുക്ക് വല വെച്ച് പിടിക്കാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ ചൂണ്ടലിടാം കേട്ടോ. മീനുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, താഴെയൊക്കെ ഉണ്ട്. ചെറുതാണ്, നമുക്ക് കിട്ടുമോ നോക്കാം. കിട്ടണമെങ്കിൽ നല്ല മുളകിട്ട മീൻ മുളകിട്ടതും ചോറും സെറ്റാക്കാം. ആശാന്റെ കാര്യം പറയാൻ മറന്നുപോയി. ആശാന് തീരെ വയ്യ കേട്ടോ. അവന് മരത്തിൻ്റെ മേളിൽ നിന്ന് വീണെന്ന് പറഞ്ഞില്ലേ, കൈയിന് കാലുമൊക്കെ തൊലി പോയി, പിന്നെ പനിയായി, പിന്നെ ഛർദിക്കലായി. ഇന്നലെയൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നു, പിന്നെ രാത്രിയും പോയി ഹോസ്പിറ്റലിൽ. അങ്ങനെ ഒരു ഇടങ്ങാറായിരുന്നു. അപ്പം ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇറങ്ങി അതിലൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വിളിച്ചപ്പോഴേ. അങ്ങനെ അടങ്ങിയിരുന്നിട്ടുള്ളൊരു ശീലമല്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരാഴ്ച ആശാൻ എന്തായാലും റെസ്റ്റിലായിരിക്കും. എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ ആകെ ഇടങ്ങാറാവും. അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും കേൾക്കൂലേ, അതാണ് പ്രശ്നം. എന്തായാലും നമ്മുടെ ഉണക്കമീൻ ചുട്ടതും കഞ്ഞി അടിപൊളിയായിട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അകത്ത് കയറിയിരിക്കാം. സമയം അതിന് മാത്രമൊന്നും ആയിട്ടില്ല, 7:30 ആയിട്ടുള്ളൂ.
ഇതുപോലെ വേറെ പരിപാടി ഇല്ലല്ലോ. തീ ഇടണമെങ്കിൽ ഇനി അക്കരെ കിടക്കണം. ഈ കയറി ഇറങ്ങലൊരു പണിയാ. നാളെ നമുക്ക് തീ ഇതിനകത്ത് തന്നെ സെറ്റാക്കണം. അടുപ്പൊക്കെ ഇതിനകത്ത് തന്നെ ചെളി വെച്ചിട്ടേ ഇത് തന്നെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഈ ഇറങ്ങിക്കാറിലൊരു പണിയാണ്. നാളെ നമുക്ക് ഇതിനകത്ത് തന്നെ തീയിട്ടിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഈ സൈഡിലെങ്ങാനും പോയി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രാത്രി തീയിട്ട് കിടക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തീ അവിടെ ഇടുന്നത്. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോക്ക് ഇറങ്ങിക്കാറിൽ ഭയങ്കര പാട്. പിന്നെ അപ്പോൾ ബാക്കി നമുക്ക് നാളെ സെറ്റ് ചെയ്യാം അല്ലേ. ആശാൻ്റെ ഒരു കുറവുണ്ട്, അത് മാത്രമേ ഉള്ളൊരു കുറവ്. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഇങ്ങനെ ഈ മുളയുടെ വീട് അതുപോലെ ഓരോ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ആശാനില്ല കേട്ടോ. ആശാന് അങ്ങനെയുള്ള സമയത്തൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ആശാൻ ഓരോ തിരക്കിലോ അല്ലെങ്കിൽ പണിയിലോ എന്തിലേലൊക്കെ ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും സെറ്റാണ് ഇവിടെ. അപ്പം ഇനി ഞാൻ പതുക്കെ സൈഡായാലോ, കിടക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ. ഇപ്പം പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, ഇതൊക്കെ ഇവിടെ ഇരുന്നാൽ മതിയാവില്ലേ. മഴ ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് മഴയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ വെച്ച നനയോ വേണ്ട അല്ലേ, ഒരു പരീക്ഷണത്തിനൊക്കെ ഉണ്ട്. വലിയൊരു തണുപ്പ് എന്ന് പറയാൻ ഇല്ല കേട്ടോ. സംഭവം വലിയ തണുപ്പൊന്നല്ല, തണുപ്പ് തന്നെ ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും കിടന്നാൽ മതി, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നാളെ നമുക്ക് മീനൊക്കെ പിടിച്ച് നല്ല മുളകിട്ട കറിയും ചോറും ഒക്കെ വെച്ച് കഴിച്ച്, പിന്നെ ഇതിൻ്റെ തന്നെ ഈ നമ്മുടെ ടെൻറ്റിൻ്റെ തന്നെ പണി കുറച്ചുകൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ടൊരു മനയാക്കിയിട്ട് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി 2-3 ദിവസം ഇവിടെ തന്നെ തങ്ങാം അല്ലേ. എന്തായാലും ഞാൻ ആശാൻ്റെ അസുഖമൊക്കെ മാറി റെസ്റ്റൊക്കെ കഴിഞ്ഞ് പതുക്കെ വരട്ടെ, അങ്ങനെ ചെയ്യാം. എന്തായാലും കിടക്കാനുള്ള പരിപാടി നോക്കിയാലോ. പരിപാടിയില്ല, കിടക്കുകയാണ്. ഞാൻ ലൈറ്റും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് തന്നെ വെച്ചു. എന്താ വെച്ചാൽ ഇനി ഇറങ്ങിപ്പോയി ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇറങ്ങി പോകാൻ വയ്യ. ഇനിയിപ്പോൾ ഒരൊറ്റ ഉറക്കം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥകൾ. ബാക്കി നമുക്ക് നാളെ ഈ കുറച്ച് ഇതിൻ്റെ തന്നെ പണി ഒന്നുകൂടി ഉണ്ട്, അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ കയറി വരുന്ന സ്റ്റെപ്പ് റെഡിയാക്കണം. പിന്നെ നാളത്തെ പരിപാടി മൊത്തം നമുക്ക് ഇതിനകത്ത് തന്നെ കത്തിച്ച് ചെയ്യും. ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് തന്നെ കുക്ക് ചെയ്ത് സെറ്റാക്കാനുള്ള ഒരു പരിപാടി നോക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതെല്ലാം പറഞ്ഞ പോലെ. അപ്പം ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഉണ്ട്. അടുത്ത വീഡിയോ 2-3 ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ, കാണാൻ മറക്കരുതേ. ഓ, ലൈറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴേ എന്തെങ്കിലും മഴവെള്ളം വരികയാണെങ്കിൽ ചിലപ്പോൾ പോയാലോ. അങ്ങനെ പോവില്ല, എങ്കിലും പോയാൽ പോയില്ലേ. ഓ, ഇതിനകത്തൊക്കെ വെള്ളം കയറിയല്ലേ. സ്റ്റാൻഡ് ഇവിടെ ഒക്കെ ഉണ്ടല്ലേ. ഓ, ഇതിനകത്തൊക്കെ വെള്ളമാണ്. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഒന്നുകൂടി ഗുഡ് നൈറ്റ് ഇട്ടാ. ഓക്കെ, രാവിലെ കാണാം. മേളത്തെ ലൈറ്റ് ഒരെണ്ണം അവിടെ കിടക്കട്ടെ അല്ലേ.